നമസ്കാരം. CPM-ന്റെ കഷ്ടകാലം തുടരുകയാണ്. പിണറായി വിജയൻ എന്ന ജനവിരുദ്ധനായ ദുഷ്ടത്വം കൈമുതലായി നടക്കുന്ന ഒരു ഭരണാധികാരി CPM എന്ന പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലേക്ക് കഴിഞ്ഞ 10 വർഷം കൊണ്ട് തള്ളിവിട്ടു. അതുകൊണ്ട് തന്നെ മനുഷ്യവികാരം പിണറായിക്കും CPM-കാർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അപ്രതീക്ഷിതമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ തോൽവി. അത് ചെറിയ തോൽവിയല്ല, വലിയ തോൽവി. തോൽവിക്ക് ശേഷം അവർക്കുണ്ടാവുന്ന തിരിച്ചടികൾ നിസ്സാരമല്ല. രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച് പിണറായി കൂടെ കൊണ്ടു നടന്ന ഗുണ്ടകൾ ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നു. പോലീസുകാരായ ഈ ഗുണ്ടകളെ പിടികൂടാൻ പോലീസ് എത്തുമെന്ന് ഭയന്നാണ് സ്വിച്ച് ഓഫ് ചെയ്ത് മുൻകൂർ ജാമ്യം കൊടുത്ത് അവർ മുങ്ങിയിരിക്കുന്നത്. പിണറായിയുടെ പുതിയ ഡ്രൈവറെ റെയിൽവേ സ്റ്റേഷനിലിട്ട് നാട്ടുകാർ കൈവച്ചു എന്നൊരു വാർത്ത പുറത്തു വരുന്നു. നവീൻ ബാബു കേസിൽ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കേസന്വേഷണം CBI-ക്ക് വിടുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു. ഇതുവരെ തലപൊക്കാത്ത CPI ഉപാധ്യക്ഷ സ്ഥാനം നൽകിയില്ലെങ്കിൽ ഇനി മുന്നണി യോഗത്തിന് വരില്ല എന്ന് കൃത്യമായി CPM-നെ അറിയിച്ചിരിക്കുന്നു. ഇതിനൊക്കെ ഇടയിലാണ് പിണറായിയുടെ വസതിയിൽ ED കയറി നിരങ്ങിയതും മകളുടെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകളുമായി മടങ്ങിയതും. അവിടെയും തീർന്നില്ല. പിണറായിയെ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ സഖാക്കളെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്ത് ജാമ്യമില്ലാതെ ജയിലിൽ അടച്ചിരിക്കുന്നു. ഇനിയും എത്ര പേർ ജയിലിലാവും എന്ന് CPM-ന് ഒരു നിശ്ചയവുമില്ല. വരാൻ പോകുന്ന 5 വർഷക്കാലം തലസ്ഥാന നഗരിയെ കലാപഭൂമിയാക്കാൻ CPM സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന 300ഓളം മുതലുകളെ പതിയെ പോലീസ് പൊക്കിക്കൊണ്ടു പോകുമെന്നാണ് ആശങ്ക CPM-ന്. ഇവന്മാരെല്ലാം പോയി കഴിഞ്ഞാൽ ഇനി ഒരു സമരമുണ്ടായാൽ അടിച്ചു നിരത്താൻ ആളെ കിട്ടാതെ വരും. കേരള പോലീസ് ഇപ്പോഴും CPM-ന്റെ നിയന്ത്രണത്തിലായതുകൊണ്ട് ചെറിയ വകുപ്പുകളൊക്കെ ചേർത്ത് തലയുരിയെടുക്കാം എന്നായിരുന്നു കണക്കുകൂട്ടൽ. പക്ഷേ ഈ 300 പേരെ കൂട്ടത്തോടെ പിടിച്ച് ജയിലിലിട്ടാൽ വരുന്ന 5 വർഷം തലസ്ഥാനത്ത് അക്രമങ്ങൾ ഉണ്ടാവില്ല എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് റിപ്പോർട്ട് കിട്ടിയതോടെ ബാക്കിയുള്ളവരെ കൂടി തൂത്തുപിടിച്ച് ജയിലിലടയ്ക്കാൻ ഉത്തരവ് കൊടുത്തിരിക്കുന്നു. അതിനിടയിലാണ് ഇവരെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു വാർത്ത പുറത്തു വരുന്നത്. സംസ്ഥാന പോലീസ് എങ്ങനെയാണ് ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ച കേസെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരീക്ഷണം നടത്തുന്നു. ED ഇവറ്റകളൊന്നും പുറത്തു വരാൻ അനുവദിക്കില്ല എന്ന വാശിയിലാണ്. കേന്ദ്ര ഇന്റലിജൻസും വിശദാംശങ്ങൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയത്തോടെ വിശദമായ റിപ്പോർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പ്രതികളുടെ ലിസ്റ്റ്, അക്രമത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ, അറസ്റ്റിലാകപ്പെട്ടവർ ആരൊക്കെ, പിടികൂടാനുള്ളവർ ആരൊക്കെ എന്നതൊക്കെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു. അതിന്റെ കാരണം ED കട്ടക്കലിപ്പിലാണ്. ED ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും അവരെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത ഒരുത്തനും ഇനി വെളിച്ചം കാണരുത് എന്ന വാശിയിൽ അവരും അവരുടേതായ സംവിധാനത്തോടെ രംഗത്തുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് മുഴുവൻ വിശദാംശങ്ങളും ശേഖരിച്ചു കൊടുക്കാൻ ED തന്നെ പ്രത്യേകം സംഘത്തെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഈ കേസിൽ കക്ഷി ചേരാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തയച്ച് കാത്തിരിക്കുന്നു ED എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ കേരള പോലീസ് ഒത്തുകളിച്ച് കേസ് ദുർബലമാക്കും എന്നവർ ഭയപ്പെടുന്നു. ഉദ്യോഗസ്ഥന്മാരുടെ മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത പോലീസ് കാണിക്കുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ അതീവ ഗൗരവമായി ഈ കേസിനെ കാണണമെന്നും ED കേന്ദ്രത്തോട് അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര ഇന്റലിജൻസ് ഇവിടെ നടക്കുന്നതിനെക്കുറിച്ച് വിശദമായ നിരീക്ഷണവും വിലയിരുത്തലും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന പോലീസിന് വീഴ്ച പറ്റിയാൽ കേസ് CBI-യെ കൊണ്ട് ഏറ്റെടുപ്പിക്കാനാണ് ആലോചന. CBI-യോ NIA-യോ കേസ് ഏറ്റെടുത്താൽ UAPA അടക്കമുള്ള വകുപ്പുകൾ ചുമത്തും. കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ച് അവരെ കൊന്ന് അരാജകത്വം വിധിക്കാനുള്ള ഭീകരാക്രമണ പദ്ധതിയായിരുന്നു. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. അതുകൊണ്ട് CPM-ന്റെ നേതാക്കളെയും പ്രതി ചേർക്കണം എന്ന് ഇപ്പോൾ തന്നെ ED പോലീസിനെയും കേന്ദ്രത്തെയും അറിയിച്ചിട്ടുണ്ട്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഉന്നത നേതാക്കളിൽ പലരും സംഘർഷ സമയത്തെ സ്ഥലത്തുണ്ടായിരുന്നു. ജില്ലാ സെക്രട്ടറിയും രാജ്യസഭാംഗമായ റഹീമും അടക്കമുള്ളവർ ഗൂഢാലോചന നടത്തിയിരിക്കുന്നു എന്നാണ് ED-യുടെ ആരോപണം. അതുകൊണ്ട് തന്നെ CPM നേതാക്കളെയും ഈ കേസിൽ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യണം എന്ന് അവർ കോടതിയിൽ കക്ഷി ചേർന്ന് ആവശ്യപ്പെടും എന്ന റിപ്പോർട്ടുകളുണ്ട്. ഇതോടുകൂടി CPM അടപടലം പെട്ടിരിക്കുകയാണ്. എത്രയും വേഗം ജാമ്യം കിട്ടി പുറത്തിറങ്ങും, വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ നീക്കും എന്ന് കരുതിയവർക്ക് ഈ പ്രതിസന്ധി എത്ര കാലം നീളും എന്നതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല. എന്ന് മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ നടത്തിയ പ്രസ്താവന അണികളെയും നേതാക്കളെയും വെട്ടിലാക്കിയിട്ടുണ്ട്. എന്ന് ഉറക്ക ചിരിച്ചുകൊണ്ട് എന്നെ തേടിയല്ല അവർ എത്തിയത്, എൻ്റെ മകളെ തേടിയാണ്, ഒരു ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു എന്ന് വിജയൻ പറഞ്ഞത് വലിയ തിരിച്ചടിയായി മാറുന്നു. ഇതിൽ എടുത്തു ചാടിയ സഖാക്കൾക്കും പാർട്ടിക്കും. ആ നമ്പർ ഒന്നും വീണയുടേതല്ല. വീണയുടെ ഒരു ബാങ്ക് അക്കൗണ്ട് അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ്, ഒരു അക്കൗണ്ടാണത്. അത്
അത് വസ്തുതയാണ്. എന്നോടൊന്നും ചോദിക്കുന്നത് കണ്ടില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. എന്ന് വെച്ചാൽ പിണറായി വിജയൻ തന്നെ പറയുന്നു താൻ പ്രതിയല്ല, തന്നെ ടാർഗറ്റ് ചെയ്തില്ല, തന്നെ ചോദ്യം ചെയ്തില്ല, ഒക്കെ ചെയ്തത് തന്റെ മകളെയാണെന്ന്. സാധാരണ സഖാക്കൾ ചോദിക്കുന്നു, സഖാവ് പിണറായി വിജയൻ തന്നെ താൻ പ്രതിയല്ല, തന്നെ ചോദ്യം ചെയ്തില്ലെന്ന് പറയുമ്പോൾ മകളുടെ മാസപ്പടി അഴിമതിയുടെ പേരിൽ എന്തിന് പാർട്ടി സഖാക്കൾ ജയിലിൽ പോകണമെന്ന്? പാർട്ടിയെ സംരക്ഷിക്കാനാണ് പാർട്ടി സഖാക്കൾ രക്തസാക്ഷികളാവേണ്ടത്. എന്നാൽ പാർട്ടിയുടെ നേതാവിന്റെ മകളുടെ അഴിമതിയെ സംരക്ഷിക്കാൻ എന്തിന് രക്തസാക്ഷികളാവണം എന്ന് അണികൾ ചോദിക്കുന്നു. ജയിലിലായ പാർട്ടി പ്രവർത്തകരുടെ കുടുംബാംഗങ്ങൾ ചോദിക്കുന്നു. ഇതിനിടയിലാണ് മുതിർന്ന നേതാവ് വി ശിവൻകുട്ടി ജയിലിലായവരുടെ വീടുകൾ സന്ദർശിച്ച് ചിത്രം സോഷ്യൽ മീഡിയയിൽ ഇട്ടതും അത് അടുത്ത പുലിവാലായി മാറിയതും. വീടിന്റെ ചുവര് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ പാവപ്പെട്ട മനുഷ്യരാണ് ജയിലിൽ കിടക്കുന്നത്. അതേസമയം ഇതിനൊക്കെ ആഹ്വാനം ചെയ്ത ശിവൻകുട്ടിയുടെയും പിണറായി വിജയന്റെയും ആഡംബര വീടുകൾ സാക്ഷികളാവുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒന്നിനുമേൽ ഒന്നായി പുലിവാലി പിടിച്ച് CPM പെട്ടുപോവുകയാണ് ഈ വിഷയത്തിലെന്ന്. ഇതിനിടയിൽ പിണറായി വിജയന്റെ മകൾക്കെതിരെയുള്ള നീക്കം ED ശക്തമാക്കിയിട്ടുണ്ട്. ED അന്വേഷണം തുടരുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ CMRL ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരുന്നു അപ്പീലുമായി. ഡിവിഷൻ ബെഞ്ച് കേസ് കേട്ടിട്ട് ആദ്യം തന്നെ പറഞ്ഞു, അന്വേഷണം തടയുന്നത് യുക്തിഭദ്രമാണെന്ന് തോന്നുന്നില്ല. പക്ഷെ അതിശക്തമായ വാദങ്ങളാണ് CMRL വേണ്ടി മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ സിദ്ധാർത്ഥ് ലൂത്ര അവതരിപ്പിച്ചത്. ശ്രീ സിദ്ധാർത്ഥ് ലൂത്രയെ മറുനാടൻ പ്രേക്ഷകർ മറക്കാനിടയില്ല. മറുനാടനെതിരെ പിണറായി വിജയന്റെ സർക്കാർ അതിശക്തമായ വേട്ടയമ രംഗത്തിറങ്ങിയപ്പോൾ സുപ്രീം കോടതിയിൽ മറുനാടിന് വേണ്ടി ഹാജരായതും കേസ് വാദിച്ച് ജാമ്യമെടുത്ത് നൽകിയതും സിദ്ധാർത്ഥ് ലൂത്രയാണ്. അത്രയും ശക്തനായ അഭിഭാഷകനാണ് സിദ്ധാർത്ഥ് ലൂത്ര. ലക്ഷങ്ങൾ പ്രതിഫലം കൊടുക്കുന്ന സിദ്ധാർത്ഥ് ലൂത്രയാണ് CMRL കമ്പനി തടി തപ്പുന്നതിന് വേണ്ടി രംഗത്തിറക്കിയത്. സിദ്ധാർത്ഥ് ലൂത്രയുടെ വാദം കേട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ കേസിൽ വിധി വെള്ളിയാഴ്ച പറയും എന്ന് പറയുകയും അതുവരെ കടുത്ത നടപടികളൊന്നും എടുക്കരുത് എന്നാവശ്യപ്പെടുകയും ചെയ്തു. ഇവിടെ EDക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയോട് ആവശ്യപ്പെട്ട ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്ത് തീരുമാനമുണ്ടായാലും ആ തീരുമാനം ആരാണോ അപ്പലന്റ് അവർക്ക് മാത്രമേ ബാധകമാകാവൂ എന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നു. അതായത് ഇവിടുത്തെ അപേക്ഷകൻ CMRL കമ്പനിയാണ്. CMRL കമ്പനി ഒരു അപേക്ഷ കൊടുത്താൽ ആ കേസിലെ തീരുമാനം CMRL കമ്പനിക്ക് മാത്രമേ ബാധകമാകാവൂ എന്നാണ് ആവശ്യം. ഇതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഇനി അഥവാ സ്റ്റേ കൊടുക്കുന്നുണ്ടെങ്കിൽ CMRLന് സ്റ്റേ കൊടുത്തോളൂ, പക്ഷെ കേസിന്റെ സമ്പൂർണ്ണ അന്വേഷണം സ്റ്റേ ചെയ്യരുത്. അതിൽ അപേക്ഷകയല്ലാത്ത മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അന്വേഷണം തുടരാൻ അനുവദിക്കണമെന്നാണ്. കോടതി അത് അനുവദിച്ചു. എന്ന് വെച്ചാൽ ഈ വെള്ളിയാഴ്ച കോടതി CMRL കമ്പനിക്കെതിരെയുള്ള ED അന്വേഷണത്തിന് വിലക്കേർപ്പെടുത്തിയാലും ആ അപേക്ഷയുടെ ഭാഗമല്ലാത്ത, ആ അന്വേഷണത്തിന്റെ ഭാഗമല്ലാത്ത വീണ വിജയനെതിരെ അന്വേഷിക്കാം. EDക്ക് കട്ടക്കലിപ്പുണ്ട്. കഴിഞ്ഞ കുറേ കാലം EDയും കേന്ദ്ര അന്വേഷണ ഏജൻസികളും പിണറായിയെ കൈയയഞ്ഞ് സഹായിച്ചതാണ്. എന്നിട്ടും ED ഉദ്യോഗസ്ഥരെ വധിക്കാൻ വരെ ഇവർ ഗൂഢാലോചന നടത്തുമ്പോൾ അങ്ങനെ വെറുതെ വിടണ്ട എന്ന് ED തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വീണ വിജയനെതിരെയുള്ള അന്വേഷണം തുടരുമെന്ന് തീർച്ചയാണ്. വീണ വിജയന്റെ ബാങ്ക് രേഖകൾ വിശദമായി പരിശോധിക്കുന്നു. ഞെട്ടിക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. ഈ ബാങ്ക് അക്കൗണ്ടുകളിൽ പല ഇടപാടുകളും ദുരൂഹമാണ്. അതിന് വിശദാംശങ്ങളൊക്കെ ശേഖരിച്ച് ലോക്കർ തുറന്ന് പരിശോധിച്ച് നടപടിയുമായി മുമ്പോട്ട് പോകും. ഏറെ വൈകാതെ തന്നെ ED നോട്ടീസ് കൊടുത്ത് വീണയെ വിളിച്ചു വരുത്തുമെന്നും വിശദമായി ചോദ്യം ചെയ്യുമെന്നും ആവശ്യമെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്നുമാണ് റിപ്പോർട്ട്. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഈ കാലയളവിൽ വീണയുടെ പേരിലോ വീണയുടെ അടുത്ത ബന്ധുക്കളുടെ പേരിലോ ഉള്ള സ്വത്തുക്കളൊക്കെ കണ്ടുകെട്ടാൻ ഇടയുണ്ട് എന്നതാണ്. ഒരുപക്ഷെ പിണറായി വിജയന്റെയും മുഹമ്മദ് റിയാസിന്റെയും ഒക്കെ സ്വത്തുക്കൾ പോലും കണ്ടുകെട്ടിയെന്ന് വരാം. പിണറായിയും മുഹമ്മദ് റിയാസും വീണയുടെ അടുത്ത ബന്ധുക്കൾ എന്ന നിലയിൽ അനധികൃതമായി സമ്പാദിച്ച പണം അവരുമായി ബന്ധമുള്ളതാണ് എന്ന് തെളിഞ്ഞാൽ അവരുടെ സ്വത്തുക്കളും കണ്ടുകെട്ടാം. ഏറെ വൈകാതെ അത്തരമൊരു ഷോക്കിംഗ് ന്യൂസാണ് പിണറായിയുടെ തിരുട്ടു കുടുംബത്തെ കാത്തിരിക്കുന്നത് എന്നാണ് ED വൃത്തങ്ങൾ നൽകുന്ന സൂചന.